നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11 എന്നീ 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നായിരിക്കും വോട്ടെണ്ണൽ. നവംബർ 14-ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. നാമനിർദ്ദേശ പത്രിക നവംബർ 21 വരെ നൽകാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് എന്നീ 7 ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പ് വിജ്ഞാന തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാം. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18ആണ്. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 23,576 വാർഡുകളിലേക്കായിട്ടാണ് തിരഞ്ഞെടുപ്പ്. മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. സംസ്ഥാനത്ത് ആകെ 33,746 പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാവുക. 1,37,922 ബാലറ്റ് യൂണിറ്റുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത്. 50,691 കൺട്രോൾ യൂണിറ്റുകളുമുണ്ടാകും. 1,249 റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും വോട്ടെടുപ്പിനായി ഉണ്ടാവുക. ആകെ 1.80 ലക്ഷം ഉദ്യോഗസ്ഥരെയായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക. സുരക്ഷയ്ക്കായി 70,000 പോലീസുകാരെയും നിയോഗിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം തടയാനുള്ള നടപടിയുണ്ടാകും. ആകെ 2.50 ലക്ഷം ഉദ്യോഗസ്ഥരായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നില്ലെങ്കിലും മട്ടന്നൂരിലും പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും. തലമുറകളെ ആത്മീയ ദർശനത്തിലും ക്രൈസ്തവ വിശ്വാസത്തിലും ഉറപ്പിച്ചു നിർത്താൻ സമഗ്ര സംഭാവനകൾ നൽകിയ TC മാത്യുവിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഏറെ സ്മരണീയമെന്ന് IPC കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് പറഞ്ഞു. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച TC മാത്യു മാസ്റ്റർ മെമ്മോറിയൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം പട്ടാമ്പി റോഡിൽ വിക്ടറി ബസാർ ബിൽഡിംഗിൽ TC മാത്യു മാസ്റ്ററുടെ കുടുംബത്തിന്റെ സഹകരണത്തോടെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഉപയോഗിച്ച് നവംബർ 2 മുതലാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത്. സമ്മേളനത്തിൽ UPF ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ KK കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. AG ദൂതൻ മാഗസിൻ മാനേജറും HMI അസോസിയേറ്റ് ഡയറക്ടറും ദീർഘകാലം മാത്യു മാസ്റ്ററുടെ സഹപ്രവർത്തകനുമായിരുന്ന PC തോമസ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ മാത്യു മാസ്റ്ററുടെ സഹധർമ്മിണി മേരി ടീച്ചറെ UPF-ന് വേണ്ടി സ്ഥാപക സെക്രട്ടറി പാസ്റ്റർ KP ബേബി ആദരിച്ചു. പാസ്റ്റർമാരായ CC ബാബു, ലാസർ മുട്ടത്ത്, ബെന്നി തൂമ്പുങ്കൽ എന്നിവർ സംസാരിച്ചു. UPF ജനറൽ സെക്രട്ടറി ജോബിഷ് ചൊവ്വലൂർ, വൈസ് പ്രസിഡന്റ് വിജോഷ് കുണ്ടുകുളം, ലൈബ്രറി കൺവീനർ ഷിജു പനക്കൽ എന്നിവർ പ്രസംഗിച്ചു. ബ്രദർ PR ഡെന്നി, പാസ്റ്റർ KM ഷിൻഡോസ്, പാസ്റ്റർ CJ ഐസക് എന്നിവർ നേതൃത്വം നൽകി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരിയിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. CPI ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി CJ ജിജു മാസ്റ്റർ അധ്യക്ഷനായി. NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, കേരള കോൺഗ്രസ് M സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി MB പ്രവീൺ, CPM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PB അനൂപ്, KA സൈഫുദ്ദീൻ, TA ഫൈസൽ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ എന്നിവർ സംസാരിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന പ്രകടന പത്രികയിലേക്ക് പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി നിർദ്ദേശപ്പെട്ടി സ്ഥാപിച്ചു. എളവള്ളി പഞ്ചായത്തിലെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ
ചിറ്റാട്ടുകരയിൽ സ്ഥാപിച്ച നിർദ്ദേശപ്പെട്ടിയുടെ ഉദ്ഘാടനം CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് നിർവഹിച്ചു. കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് പ്രസിഡന്റ് VC വിൻസെന്റ് അധ്യക്ഷനായി. LDF കൺവീനർ ആഷിഖ് വലിയകത്ത്, CPI മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ, CPM എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, തുളസി രാമചന്ദ്രൻ, CF രാജൻ എന്നിവർ സംസാരിച്ചു. എല്ലാ വാർഡുകളിലും ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്പെട്ടികൾ സ്ഥാപിക്കുന്നുണ്ട്. പോൾസൺ താമരത്തംകോടിന്റെ പുതിയ പുസ്തകമായ ഹരിതഗ്രാമം പ്രകാശനം ചെയ്തു. നിരവധി ലേഖനങ്ങളും 40ഓളം പുസ്തകങ്ങളും രചിച്ചിട്ടുള്ള പോൾസന്റെ പുസ്തകങ്ങൾ അധികവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവയാണ്. തിങ്കളാഴ്ച രാവിലെ കടങ്ങോട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് പ്രസിഡന്റ് മീന സാജൻ പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ലോറൻസ്, പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി, കൃഷി ഓഫീസർ EV അനഘ, വാർഡ് മെമ്പർമാർ എന്നിവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. അങ്കമാലി വരാപ്പുഴ അതിരൂപതയിൽ അഗ്രികൾച്ചർ കൺസൾട്ടന്റായി ജോലി ചെയ്തിരുന്ന പോൾസൺ നിലവിൽ കടങ്ങോട് കൈക്കുളങ്ങര രാമവാര്യർ സ്മാരക ഗ്രന്ഥശാല ലൈബ്രറിയനായി പ്രവർത്തിക്കുന്നു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സൗഹൃദ റോഡ് തുറന്നു. ബർദാൻ തങ്ങൾ റോഡിലെ താമസക്കാരുടെ പൂർണ്ണ പിന്തുണയിലാണ് റോഡ് യാഥാർത്ഥ്യമാകുന്നത്. 100% ഗുണഭോക്താക്കളുടെ സാമ്പത്തിക സഹായത്താലാണ് റോഡ് നിർമ്മിക്കുക. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. റോഡിനായി വിട്ടു നൽകുന്ന സ്ഥലത്തിന്റെ രേഖകൾ ഗ്രാമപഞ്ചായത്തിന് കൈമാറി. AV അഷ്റഫ്, V ഹൈദ്രോസ് കുട്ടി, AV അൻവർ, അബൂബക്കർ, ഷിഹാബ്, നജീബ്, എക്സ്പോ സ്റ്റുഡിയോ ഉടമ സൈമൺ, സിനിമ കഥാകൃത്ത് സുരേഷ് കൊച്ചമ്മിണി എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്ത് 4-ാം വാർഡ് വട്ടമാവ് ഉന്നതിയിൽ നിർമ്മിച്ച യോഗ പരിശീലന ഹാളിന്റെയും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ആയുർവേദ ഡിസ്പെൻസറി ആയുസ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനോട് ചേർന്ന് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 7,10,000 രൂപ ചെലവിട്ടാണ് യോഗ ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഹാളിനു ചുറ്റും കട്ട വിരിച്ച് മനോഹരമാക്കുന്നതിന് 12 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ TS മണികണ്ഠൻ, യോഗ പരിശീലക പ്രിയ, പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ, നിർമ്മല, അനിത എന്നിവർ പങ്കെടുത്തു. അന്നം തരുന്ന ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തും. ഈ കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിലാണ് മണത്തല മുല്ലത്തറ വോൾഗ സ്വദേശി പള്ളിത്തറയിൽ ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തുന്നത്. 10 മാസത്തോളമായി മുടങ്ങാതെ ഹൈസനാർ രാവിലെ 7 മണിയോടെ കാക്കകൾക്ക് ഭക്ഷണം നൽകുവാനായി പഞ്ചവടി ബീച്ചിലെത്തും. കാക്കകൾ കൂട്ടമായി എത്തുന്നതോടെ ഹസൈനാർ തന്റെ കയ്യിൽ കരുതിയ ഭക്ഷണപ്പൊതി അഴിച്ച് ബിസ്ക്കറ്റ്, പൊറോട്ട എന്നിവ കാക്കകൾക്ക് നൽകും. 100-ലധികം കാക്കകൾ എന്നും അന്നം പ്രതീക്ഷിച്ച് ഇവിടെ എത്താറുണ്ട്. തനിക്ക് ആരോഗ്യമുള്ള കാലം വരെ അന്നം നൽകൽ തുടരുമെന്നും മനുഷ്യരെപ്പോലെ തന്നെ മറ്റു ജീവികളോടും കരുണ കാണിക്കൽ നമ്മുടെ കടമയാണെന്നും ഹസൈനാർ പറയുന്നു. 10 മാസത്തോളമായി ഞാൻ ഈ ലോട്ടറി ഫീൽഡിൽ ഇറങ്ങിയിട്ട്. അങ്ങനെ ഈ പഞ്ചവടി പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ ഇവിടെ പലരും ബലിയിടുന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇങ്ങനെ ഈ ചായ കുടിക്കുന്ന നേരത്ത് ഈ കാക്കകളൊക്കെ നമ്മൾ എടുത്ത് വന്നിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ കൊടുത്ത് ശീലമായപ്പോൾ അവർ ഡെയിലി വരും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു നിശ്ചിത വരുമാനത്തിൻ്റെ ഒരു തുക മാറ്റി വെച്ചിട്ട് അവർക്ക് കുറച്ച് പൊറോട്ടയും ബിസ്ക്കറ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ വരുന്ന കാലം വരെ കൊടുക്കും. എത്ര കാലം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കും പറയാൻ കഴിയില്ല. 69 വയസ്സായി. എന്തായാലും ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ ഇവരായിട്ട് അത്രയേറെ ബന്ധം ആയിക്കഴിഞ്ഞു. ലോട്ടറി വിൽപ്പനക്കാരനായ ഹസൈനാർ തന്റെ തുച്ഛ വരുമാനത്തിൽ നിന്നാണ് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം നൽകുന്നത്. ഈ കാരുണ്യ പ്രവർത്തനം കണ്ട ചിലർ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ഉയർന്ന മാർക്കോടെ MBBS നേടിയ കാട്ടകമ്പാൽ പാപ്പിരുത്തി കുന്നത്തുവളപ്പിൽ ഷെരീഫിന്റെയും ഷാഹ ബേബിയുടെയും മകളായ ഡോക്ടർ റീം ഷെരീഫിനെ കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി NM റഫീഖ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ CC മോഹനൻ മാസ്റ്റർ, ജനാർദ്ദനൻ നായർ, KK രവി, KK ഇക്ബാൽ, KA അസീസ്, മുഹമ്മദ് അലി ചെറിയങ്കാട്, KA ഹനീഫ, ഖാന ഷെരീഫ് എന്നിവർ പ്രസംഗിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ശ്രീ മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്കിന്റെ നോട്ടീസ് പ്രകാശനം മങ്ങാട് മുരളീധരൻ നമ്പീശൻ നിർവഹിച്ചു. അയ്യപ്പസേവാ സംഘത്തിന്റെ ഭാരവാഹികളായ സുരേഷ് പടിഞ്ഞാക്കര,
സുബ്രഹ്മണ്യൻ പടിഞ്ഞാക്കര, മനോജ് പടിഞ്ഞാക്കര, സുനിൽകുമാർ കരുവാത്ത് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ സീനിയർ മെയ്പ്പയറ്റിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ പഴഞ്ഞി ഹൈസ്കൂളിലെ PV ആദിദേവിനെ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് രാമപുരം വാർഡ് മെമ്പർ MS മണികണ്ഠൻ ആദരിച്ചു. കളരി ആശാൻ ദിനേശൻ പൊന്നരശ്ശേരി, ആലി അഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു. പാലക്കാട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി RR മുഹമ്മദ് ഷബീബ് A ഗ്രേഡ് കരസ്ഥമാക്കി. സ്മാർട്ട് ട്രോളി എന്ന ആശയമാണ് ഷബീബിനെ A ഗ്രേഡിന് അർഹനാക്കിയത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,295 രൂപ, പവന് 90,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 160 രൂപ. ചരമം. കാട്ടകമ്പാൽ വെളിയത്ത് ചന്ദ്രൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കാട്ടകമ്പാൽ മേഖല INTUC തൊഴിലാളിയായിരുന്നു. സംസ്കാരം ഐനൂർ ശ്മശാനത്തിൽ നടത്തി. സുലോചനയാണ് ഭാര്യ, രജീഷ് മകനാണ്. കപ്പൂർ പള്ളങ്ങാട്ടുചിറ നടുശ്ശേരി പട്ടാണിപ്പറമ്പിൽ ഗോപാലൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുതുരുത്തി ശ്മശാനത്തിൽ നടത്തും. ബിനീഷ്, വിനീത, ബിന്ദു എന്നിവർ മക്കളാണ്. ദേശമംഗലം തലശ്ശേരി പരേതനായ രാമൻകുട്ടിയുടെ ഭാര്യ കൗസല്യ നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ഗോപിനാഥൻ, സത്യനാഥൻ, സാവിത്രി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.